ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് രമ്യ. ഞാൻ തിരുവല്ലായിൽ നിന്ന് വരുന്നു. ഞാൻ കാനഡയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തു വരികയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യാൻ സാധിക്കാതെ വന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വരികയും അച്ഛൻ പറഞ്ഞ പ്രകാരം 13 ആഴ്ച വരികയും തുടർന്നും വന്നുകൊണ്ടിരുന്നു. അവിടുത്തെ നിയമം മാറിയത് പ്രകാരം എനിക്ക് വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്ത് കിട്ടാൻ യാതൊരുവിധ ചാൻസും ഇല്ലായിരുന്നു. എന്നാൽ എൻ്റെ ഈശോയുടെ പ്രവർത്തനവും എൻ്റെ മാതാവിനുള്ള വിശ്വാസവും മാതാവിൻ്റെ പ്രവർത്തനവും കാരണം ആ രാജ്യത്ത് തന്നെ നടക്കാത്ത കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. കഴിഞ്ഞ മെയ് 28-ാം തീയതി എനിക്ക് വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്ത് കിട്ടി. അത് മാത്രമല്ല, എൻ്റെ വർക്ക് പെർമിറ്റിന് റിന്യൂ ചെയ്യാതിരുന്ന സമയത്ത് എനിക്ക് ആ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട വന്നു 3 മാസത്തോളം. അപ്പം വർക്ക് പെർമിറ്റ് കിട്ടിയപ്പം അതേ ജോലിയിൽ തന്നെ അതേ നഴ്സിംഗ് ഹോമിൽ തന്നെ തിരിച്ചു കയറുവാനും ദൈവം സഹായിച്ചു. അതിന് ദൈവത്തിന് ഹസ്ബൻഡ് ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയുമെന്ന് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എൻ്റെ ദൈവത്തിനും എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും കൂടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. മനുഷ്യനാലെ സാധ്യമെന്ന് കരുതപ്പെടുന്നത് നിയമങ്ങൾ മാറി മാറി വരുമ്പോൾ പലരുടെയും ജോലി നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. ഒരുപാട് അസ്വസ്ഥതകൾ കൊണ്ട് ജനം ഓടി വരാറുണ്ട്. എന്നിട്ട് ഞാൻ വന്ന് ഇറങ്ങിയ പാടെ ഒരാൾ പറഞ്ഞു, ചാച്ചനെ കാണാൻ വരണം. ഞാൻ പറഞ്ഞു, ഞാൻ വന്നിറങ്ങിയതേ ഉള്ളൂ, കുളിച്ചിട്ടില്ല, ക്ഷീണിതനാണ്, അല്പം വിശ്രമം ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇന്ന് വേണ്ട, ഞാൻ വരും, അച്ഛനെ തലയിൽ നിന്ന് തൊട്ടാൽ മതി, അല്പം വിശ്രമം ആവശ്യമുണ്ട്, ക്ഷീണിതനാണെന്ന് വീണ്ടും പറഞ്ഞു. അല്ല, ഞാൻ വരും, ഒരു സെക്കൻഡിൽ എന്നെ തൊട്ട് എനിക്ക് വേണ്ടുന്ന പ്രാർത്ഥിക്കാം മാത്രം. വിശ്വാസത്തോടെ ഞാൻ കാത്തിരുന്നു. പെട്ടെന്ന് കുളിച്ചു, പെട്ടെന്ന് ദേവാലയത്തിൽ പോയി ഒരുങ്ങി. വിശ്വാസത്തോടെ ഇങ്ങനെ വരുന്നവരെ നിരസിക്കാൻ പറ്റില്ല. നിരസിച്ചാൽ കർത്താവ് എന്നെ പ്രഹരിക്കും. അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം ഇടപെടുന്ന പ്രിയപ്പെട്ടവരെ, നീ മകൾ പറഞ്ഞു വർക്ക് പെർമിറ്റ് കിട്ടാൻ സാധ്യമായിരുന്നു. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെറിയ കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ അച്ഛൻ പറയുന്നത്, പതിവൊന്ന് വിശ്വാസ പ്രമാണം, അത് നമുക്ക് വേണ്ടിയല്ല, നിസ്വാർത്ഥതയിലൂടെയാണ് 12 അപ്പസ്തലന്മാരുടെയും അമ്മയുടെയും പിൻഗാമികളായി ഇന്ന് ജീവിക്കുന്ന മനുഷ്യർ, ഇന്ന് ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ട വിശ്വാസികളാകണമേ എന്നൊരു നന്മയുടെ ഒരു ആശംസ. അവർ പ്രാർത്ഥിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ സ്വർഗസ്വനായ പിതാവെ ചൊല്ലിക്കൊണ്ട് നന്മയുടെ ഒരു ആശംസ, പ്രാർത്ഥനയുടെ ഒരു ആശംസ. അവർ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ആദരിച്ചുകൊണ്ട് അവന്റെ വാക്കുകൾ കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അമ്മയെ പോലെ ചെയ്യുവാൻ ഒരു നന്മ നിറഞ്ഞ മറിയമേ, അവർ ആരാധിക്കട്ടെ, അവർ ത്രിത്വക ദൈവത്തെ ആരാധിക്കട്ടെ, വിശ്വാസത്തോടെ ത്രിത്വക ദൈവത്തിനൊരു സ്തുതിയും ആരാധനയും. അവർ മരിഭക്തരാകട്ടെ. എത്രയും നീളമാതാവേ, വർഷങ്ങളായി നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ഇതെല്ലാം. അതിനകത്തൊന്നും മായം ചേർത്തിട്ടില്ല. ഇത് നന്മ ആശംസിക്കുകയാണ്. ഈ നന്മ ആശംസിക്കാൻ ഞാൻ പറയും, നന്മ ആശംസിക്കുന്നത് അനുസരിച്ച് നന്മ ഒഴുകിക്കൊണ്ടിരിക്കും. ബോർവെല്ലിൽ നിന്ന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക, പുതിയ വെള്ളം വന്നുകൊണ്ടിരിക്കും. നന്മ കൊടുത്തുകൊണ്ടിരുന്നേ P.U. തോമസ് 1000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ ദൈവം അവന്റെ കയ്യിലേക്ക് കൊടുക്കുവാനുള്ളതെല്ലാം കൊടുക്കുന്നു. അതുകൊണ്ട് നന്മ ആശംസിക്കുക. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുടുംബാംഗങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്മ ആശംസിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഈ മകളെ അനുഗ്രഹിച്ച ദൈവത്തിന്, ഇവളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇവളിലൂടെ ഇവൾ സാക്ഷ്യം പറഞ്ഞത് മാത്രമല്ല, ഇനി ശേഷിച്ച നമ്മുടെ ജീവിതം ശേഷിച്ച് എത്ര കാലം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അത് സുവിശേഷ വേലയ്ക്കായി സുവിശേഷ വയലിലേക്ക് ഔദാര്യത്തോടെ കൊടുക്കുവാൻ തീരുമാനമെടുക്കുക. നമുക്ക് എത്ര കാലമുണ്ടോ അത്രയും കാലം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സുവിശേഷ വയലിലേക്ക് അത് പ്രാർത്ഥിച്ചുകൊണ്ടും വെറുപ്പോ വിദ്വേഷമോ വാശിയോ ഒന്നും ഉണ്ടാകരുത്. നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ആയിരങ്ങളുടെ ദൈവമേ പരിശുദ്ധാത്മാവ് ദൈവമേ ഹീലിംഗ് ഹാൻഡ്സ് എന്ന് പറഞ്ഞതായ ആ ശുശ്രൂഷയിലെ ആ ധ്യാനത്തില് പ്രത്യേകമായിട്ട് എല്ലാവരെയും ആ ഉത്തേജിപ്പിച്ച ഉണർത്തിച്ചതായ ആ ശേഷിച്ച ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അതുപോലെ സുവിശേഷം ചെയ്യുന്നു.
പ്രത്യേകിച്ച് ഓർക്കുക, നാം അന്ന് പ്രസംഗിച്ച ഒരു അച്ഛൻ പറയുകയുണ്ടായി, 8 ലക്ഷത്തോളം അറബികളെ മാമോദിസ മുക്കി മാനസാന്തരപ്പെട്ടു. എങ്ങനെ ഇത് സാധിച്ചു? ശരീരത്തിൻ്റെ അരയ്ക്ക് കീഴ്പ്പണം മുഴുവൻ തളർന്നു കിടക്കുകയാണ്, വീൽ ചെയറിൽ യാത്ര ചെയ്യുന്ന പുരോഹിതൻ. ഓർക്കുക, നമുക്ക് ഇത് കഴിയില്ലേ? അങ്ങനെയുള്ളവർ പ്രവർത്തന മേഖലയ്ക്ക് മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന പടക്കളത്തിൽ സൈന്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സൈന്യത്തിന് കഞ്ഞിയും കറിയും വെച്ചു കൊടുത്താൽ മതി, ഞാനും യുദ്ധം ചെയ്യുന്നവനാണ്. ഓർക്കുക, ഒരുപക്ഷെ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ലായിരിക്കും, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതുണ്ട് പലതും. അന്നബുദ്ധികളായ കുട്ടികൾക്ക് ഭക്ഷണവും പാനീയവും കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരെ ആരോഗ്യതയോടെയാക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ കീഴ്വായ്പലും ഉന്നതാന്തം അതുപോലെ പുണ്യവേലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുമുണ്ട്. ഒരുപക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളും സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളുമുണ്ട്. ചെയ്തു കൊടുക്കാം. എല്ലാ കൃപകളും നിങ്ങൾക്ക് ഉള്ള ഇനി ശേഷിച്ച ജീവിതത്തിലെ ആയുസ് സുവിശേഷ വേലയ്ക്കായി കൊടുത്തുകൊള്ളാമെന്ന് കർത്താവിന് വാക്ക് കൊടുത്തുകൊണ്ടും ഈ കരുണയുടെ വർഷം ഏറ്റവും ശ്രേഷ്ഠമായി എല്ലാവരും ആചരിക്കണമെന്ന് ആഗ്രഹിക്കുകയും സർവ്വജനപദങ്ങളെ നാഥിയായ അമ്മയെ എല്ലാവരും അമ്മയായി അംഗീകരിച്ച് അഭിഭാഷകയായി തിരഞ്ഞെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒരു നന്മയെ ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? Hallelujah.